നമുക്കൊരു ഓണം സ്പെഷ്യൽ എരിശ്ശേരി ഉണ്ടാക്കിയാലോ? മത്തങ്ങ കൊണ്ടുള്ള എരിശ്ശേരി വളരെ പെട്ടെന്ന് നമുക്കൊന്ന് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവും തൊലിയും എല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. വൻപയർ ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിത് മത്തങ്ങ മാത്രം ചേർത്താണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മുറിച്ച് കഴുകിയെടുത്ത കഷ്ണങ്ങൾ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെ മതി. കഷ്ണം മൂടി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം എടുത്താൽ മതിയാവും. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ അതിന് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അടച്ചു വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചു. ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഒരു കപ്പ് തേങ്ങയോളം, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് കുരുമുളക് ഒരു 8 10 കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അവിയലിനെക്കാട്ടിലും ഒന്നുകൂടെ അരയണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ കണ്ടില്ല വെന്ത് വന്നിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളകൊക്കെയാണ് ഇതിന് പ്രത്യേക ഒരു രുചി എരിശ്ശേരിക്ക് കൊടുക്കുന്നത്. അത് ചേർത്ത് പൊടി ചേർക്കരുത്. നമ്മൾ ചതച്ച് തന്നെ അല്ലേ ഇടുന്നതായിരിക്കും ഇതിന് ടേസ്റ്റ്. കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ വേണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തേങ്ങയുടെ വാസനയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് ശരിയാക്കാം. ആവശ്യമുള്ള ഒരു 2 തണ്ടോളം കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങി വെച്ചു. അതിന് ശേഷം നമുക്കിനി ഒരു വറവ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഒരു 2 കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഉണക്കമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. കൂടുതൽ ആവശ്യമുള്ളപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ ഇതെല്ലാം കൂടുതൽ ചേർക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു അര കപ്പ് തേങ്ങയോളം ചേർത്ത് കൊടുക്കാം. ഇനി ആ തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലൊരു ചുമന്ന കളർ വരുന്നവരേക്കും നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത ഉടനെ തന്നെ ഇളക്കരുത്. ഒന്ന് അടച്ചു വെച്ച് ഒന്ന് പാത്രഭാഗമാകാനായിട്ട് വയ്ക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെയും ഓണം സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഇടണം. പിന്നെ മറ്റൊരു ഓണവിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.